സംവിധായകൻ ഷാജി എൻ കരുൺ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്ഥിതിയിൽ വൈകിട്ട് 5 മണിയോടെയായിരുന്നു അന്ത്യം. ഏറെ നാളെ അർബുദബാധിതനായി ചികിത്സയിലായിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം. സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. കാഴ്ചകൾ ചിത്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് മലയാള സിനിമയിൽ നവതരംഗത്തിന് ഊർജ്ജം പകർന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം. കാൻ ഫിലിം ഫെസ്റ്റിവലിലടക്കം ദേശീയ അന്തർദേശീയ വേദികളിലേക്ക് മലയാള സിനിമയെ പിടിച്ചുയർത്തിയ അതുല്യ വ്യക്തിത്വം വിടവാങ്ങുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് മറയുന്നത്. ലോകോത്തര സിനിമാ കലണ്ടറിൽ മലയാള ചലച്ചിത്രത്തെ അടയാളപ്പെടുത്തിയ വ്യക്തി. പിറവി എന്ന ഒരൊറ്റ ചിത്രം മതി ഷാജി എൻ കരുൺ എന്ന ചലച്ചിത്രകാരനെ അറിയാൻ. ഛായാഗ്രഹനായാണ് അദ്ദേഹത്തിന്റെ തുടക്കം. പിന്നീട് സംവിധാനത്തിലേക്കും കടന്നു. ജി അരവിന്ദന്റെ കാഞ്ചന സീതയിലൂടെയാണ് ഛായാഗ്രഹനായി അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് 40ഓളം സിനിമകൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. അരവിന്ദനൊപ്പം കുമ്മാട്ടി എന്ന ലോകോത്തര ക്ലാസിക്കിനും ജന്മം നൽകി. ആയിരത്തി 1988 പിറവിയിലൂടെയായിരുന്നു സ്വതന്ത്ര സംവിധായകനായുള്ള രംഗപ്രവേശം. പിറവിക്ക് 1989 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ പ്രത്യേക പരാമർശവും ലഭിച്ചു. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാള ചിത്രം ഷാജി എൻ കരുണിന്റെ രണ്ടാമത്തെ ചിത്രമായ സ്വം ആയിരുന്നു. പിന്നാലെ വന്ന വാനപ്രസ്ഥം കാനിലെ അൺസർട്ടൺ റിഗാർഡ്സ് വിഭാഗത്തിലുമെത്തി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനവും ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ അധ്യക്ഷ സ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ ആയുഷ്കാല സംഭാവന മുൻനിർത്തി 2023 JC ഡാനിയൽ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി എൻ കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. കുട്ടിസ്രാങ്ക്, സോപാനം, നിഷാദ്, ഓള് എന്നിവയാണ് ശ്രദ്ധേയമായ മറ്റ് സിനിമകൾ. ഇതിനു പുറമെ 7 തവണ വീതം ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.